JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് കാറ്റഗറി നമ്പർ 435/2023 686/2023. അതിന്റെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 5 ഡിലീഷനും 2 ആൻസർ കീയിൽ ചേഞ്ചും വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നത്, എത്ര മാർക്കിലാണ് മൊത്തം മാർക്ക് കണക്കാക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് നോക്കാം. കൂടാതെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യനുകളാണ് ഡിലീഷൻ വന്നിട്ടുള്ളത്, ഏതൊക്കെ ആൻസർ കീ ആണ് ചേഞ്ച് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ആദ്യം 5 ഡിലീഷൻ ആണുള്ളത്. അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഡിലീഷൻ വന്നിട്ടുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ കോഡ് നമ്പർ എ പ്രകാരമുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിട്ടുള്ള 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫൈ ദ ഇൻ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാംസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. അതാണ് ആദ്യമായിട്ട് ഡിലീഷൻ വന്നിട്ടുള്ളത്. സ്പെസിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാംസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആദ്യമായിട്ട് ഡിലീഷൻ വന്നിട്ടുള്ളത്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിലീഷൻ വന്നിട്ടുള്ളത്. Which of the following articles does not contain constitutional provisions for women? Which of the following articles does not contain constitutional provisions for women? അപ്പോൾ അങ്ങനെ രണ്ടാമത് ഡിലീഷൻ വന്നിട്ടുള്ളത് 20ാമത്തെ ചോദ്യമാണ്. ആദ്യം ക്വസ്റ്റ്യൻ കോഡ് നമ്പർ എ പ്രകാരം ആദ്യം ഡിലീഷൻ വന്നത് 13ാമത്തെ ചോദ്യമാണ്. രണ്ടാമത് ഡിലീഷൻ വന്നത് 20ാമത്തെ ചോദ്യമാണ്. അടുത്ത ഏതാണെന്ന് നോക്കാം. അടുത്ത 47ാമത്തെ ചോദ്യമാണ് ഡിലീഷൻ വന്നിട്ടുള്ളത്. Which statement is are correct about വള്ളത്തോൾ നാരായണ മേനോൻ? Which statement is are correct about വള്ളത്തോൾ നാരായണ മേനോൻ? 47ാമത്തെ ചോദ്യമാണ് അടുത്തതായിട്ട് ഡിലീഷൻ വന്നിട്ടുള്ളത്. അടുത്തത് ഡിലീഷൻ വന്നത് 59ാമത്തെ ചോദ്യമാണ്. A boy walked 3 kilometers south from his school, turned left and cycled 5 kilometers. He turned left again and cycled 3 kilometers. Then turned right and cycled another 2.5 kilometers. What is the shortest distance he travelled? അപ്പോൾ അടുത്തതായിട്ട് ഡിലീഷൻ വന്നത് 59ാമത്തെ ചോദ്യമാണ്. അങ്ങനെ ഇപ്പൊ 4 നമ്മൾ കണ്ടു. ഇനിയിപ്പോ 5ാമത്തെ ചോദ്യം ഏതാണ് ഡിലീഷൻ ആയെന്ന് നോക്കാം. 5ാമത്തെ ചോദ്യം 89ാമത്തെ ചോദ്യമാണ് ഡിലീഷൻ വന്നിട്ടുള്ളത്. Which of the following command is not available in MS Word view menu? അങ്ങനെ 5 ഡിലീഷൻ ആണ് മൊത്തത്തില് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ വന്നത്. അടുത്തത് 2 ആൻസർ കീയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് 41ാമത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ? അതിന്റെ അകത്ത് പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ ഡി ആയിരുന്നു, ആര്യഭട്ടയായിരുന്നു. എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ആൻസർ ബി ആണ്. രോഹിണി RS1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഫൈനൽ ആൻസർ കീയിൽ വന്നപ്പോൾ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത് 94ാമത്തെ ചോദ്യമാണ് അടുത്തതായിട്ട് ആൻസർ കീയിൽ ചേഞ്ച് വന്നിട്ടുള്ളത്. ഇൻ വിച്ച് എക്സൽ ടാബ് യു ക്യാൻ ഫൈൻഡ് ദ ഓപ്ഷൻ ഫോർ ക്രിയേറ്റിംഗ് ചാർട്ട്സ്? അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീയിൽ ആൻസർ ബി ആയിരുന്നു, ഡേറ്റ എന്നായിരുന്നു. എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ആൻസറിൽ മാറ്റം വന്നു, അത് എ ആണ്, ഇൻസേർട്ട് എന്ന അതാണ് കറക്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ളത്. ഇൻ വിച്ച് എക്സൽ ടാബ് യു ക്യാൻ ഫൈൻഡ് ദ ഓപ്ഷൻ ഫോർ ക്രിയേറ്റിംഗ് ചാർട്ട്സ്, ഇൻസേർട്ട് ആണ് ഫൈനൽ ആൻസർ കീയിൽ വന്നപ്പോൾ ആൻസർ കൊടുത്ത് വന്നത്. അപ്പോൾ അങ്ങനെ 2 ആൻസർ കീയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. മാർക്ക് മൊത്തത്തിലെ കണക്കാക്കുന്ന 5 ഡിലീഷൻ വന്നപ്പോൾ 95 മാർക്കിലാണ് മാർക്ക് കണക്കാക്കുന്നത്. ഇപ്പോൾ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് നമുക്ക് ആദ്യം നോക്കാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 747/2023 പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ള 71 ആണ്. അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 510/2023 പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നത് എത്രയാണ്? 69 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കൊക്കെ ഓരോരുത്തർക്കും ലഭിച്ച മാർക്കുകൾ എന്നോട് പറയുകയും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് 68നും 72നും ഇടയ്ക്ക് വരുമെന്നുള്ളതാണ്
പ്രതീക്ഷ. ഓരോ ഉദ്യോഗാർത്ഥികളും അവരവരുടെ മാർക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് 68നും 72നും ഇടയ്ക്ക് വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്യാനും റാങ്ക് ലിസ്റ്റ് വരാനും ജോലിക്ക് കയറാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.